വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്തത് മഴയെക്കുറിച്ച്. എത്ര മനോഹരമായിട്ട് മഴ തീരെ കിട്ടാത്തൊരു പ്രദേശത്ത് വെച്ച് ഫതറൽ വദ്ക യഖ്റുജു മിൻ ഖിലാലി വയുനസ്സിലു മിനസ് സമാ, ആകാശത്തു നിന്ന് അല്ലാഹു തആല ഇറക്കുന്നുണ്ട് മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദ്, ആകാശ ലോകത്ത് ചില പർവ്വതങ്ങളുണ്ട്. ഫീഹാ മിൻ ബറദിൻ, ഐസിനാലുള്ള പർവ്വതങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു ആ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞ പ്രയോഗം, ആ വാക്ക് തന്നെ വലിയൊരു അത്ഭുതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത സംഗതിയാ ആകാശലോകത്ത് പർവ്വതങ്ങളോ. മനുഷ്യൻ ഫ്ലൈറ്റിലൂടെ പറന്നപ്പോൾ കാണാൻ കഴിഞ്ഞു. യാ അല്ലാഹ്, മിൻ ജിബാൽ, പർവ്വതങ്ങളാണ് ആകാശലോകത്ത്. ആ പർവ്വതങ്ങളിൽ സാധാരണഗതിയിൽ 100, 150, 200, 500 മീറ്റർ ഹൈറ്റ്, കിലോമീറ്റർ, 2 കിലോമീറ്റർ, 4 കിലോമീറ്റർ ഹൈറ്റ്, 25 കിലോമീറ്ററോളം ഹൈറ്റുള്ള മേഘത്തിന്റെ കൂനകൾ ആകാശലോകത്ത് അള്ളാഹു സ്ഥാപിക്കുന്നുണ്ട്. മിൻ ജിബാൽ, അപ്പോഴാണ് ജിബാൽ എന്ന് പറയാം. അല്ലെങ്കിൽ ചെറിയ ഒരു കുന്നുകളൊക്കെ ആണെങ്കിൽ തിലാൽ എന്നാണ് പറയേണ്ടത്. കുന്നുകൾക്ക് ഹിൽസ് എന്ന് പറയുകയാണെങ്കിൽ തിലാൽ എന്നാ പറയാം. അല്ല, ജിബാലിൻ, പർവ്വതങ്ങൾ തന്നെയാണ് ആകാശലോകത്ത്. മിൻ ബറദിൻ, ബറദ് എന്ന് പറഞ്ഞ ഐസ് കട്ടകൾ. ഐസ് കട്ടകൾ എന്ന് പറയണമെങ്കിൽ -ഡിഗ്രിയിലേക്ക് താഴെ വരുമ്പോഴാണ് ഐസാവുക. 0 കഴിഞ്ഞ് -0യിൽ താഴെ പോകുമ്പോഴാണ് ഐസ് ആയി മാറുന്ന, ഐസ് കണക്കുകളായി. ഈ ഐസ് കണികകളായി മാറി മേഘം രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് കാറ്റ് കടക്കുന്നു. ഈ കാറ്റ് അതിനെ പൊക്കി കൊണ്ടുപോയി മേഘം വലിയ പർവ്വതങ്ങളെ പോലെ ആയിത്തീരുകയാണ്. അതിന്റെ ഉള്ളിൽ ഏകദേശം മധ്യഭാഗത്ത് ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നു. ഈ തണുപ്പ് ഉള്ള ഐസ് ക്യൂബുകൾ അതിന്റെ തൊട്ടടുത്ത കണങ്ങളുമായി സംബന്ധിച്ച് അതിനെയും തണുപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഉള്ളിൽ വളരെ മനോഹരമായ ബറദ്, ബറദ് എന്ന് പറഞ്ഞാൽ കൂൾ, തണുപ്പ്, ഐസിന്റെ ചെറിയ മോളിക്യൂൾസ് അല്ലാഹു തആല രൂപപ്പെടുത്തി അതിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ടെമ്പറേച്ചറും അല്ലാഹുവിടെ സംവിധാനിക്കണം. അപ്പം സയൻസ് പറഞ്ഞുതരാം, പ്രത്യേക ഒരു സാഹചര്യത്തിൽ അത് പിന്നെ വെള്ളമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫതറൽ വദ്ക യഖ്റുജു മിൻ ഖിലാലി, അല്ലാഹു തആല ആ ഐസ് മലയിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നുണ്ട്. ഫയുസീബു ബിഹി, ഐസ് കാരണം അല്ലാഹു പിടികൂടുന്നുണ്ട് മയ്യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ. ഹിമവർഷം, ഐസ് കട്ടകൾ മഴ വർഷിക്കുന്നത്. നമ്മളതിന് ആലിപ്പഴം എന്ന് പറയൂലേ. എങ്ങനെയാണ് ആലിയായതെന്ന് എനിക്കറിയില്ല. ആലിപ്പഴം എന്താണ് അതിന് വാക്കിന് മലയാളത്തിന്റെ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആലിപ്പഴം എന്ന് പറയാൻ കാരണം പക്ഷേ അത് ഐസാണ്, ഐസ് കട്ടകളാണ്. അതിന്റെ വലുപ്പമെങ്ങാനും കൂടിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ തലയിലേക്കെങ്ങാനും വീണ മനുഷ്യൻ ഓൺ ദ സ്പോട്ട് മനുഷ്യൻ മരിച്ചു പോകും. അല്ലേ? യുസീബു ബിഹി മയ്യശാ, ചില ആളുകളെ പിടികൂടാൻ അല്ലാഹു ഐസിന്റെ ഈ മഴയെ അല്ലാഹു ഉപയോഗിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. വയസ്രിഫുഹു അൻ മയ്യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്നും അവന്റെ ശിക്ഷയെ അല്ലാഹു തട്ടിമാറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ മഴയായിട്ട് വർഷിക്കുന്നുണ്ട്, ഇനിയല്ല ഐസായിട്ട് തന്നെ ചിലയിടത്ത് അല്ലാഹു ഇറക്കി കൊടുക്കും. അത് ജനജീവിതം തടസ്സമാകും. അല്ലെ? വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല, റോഡുകൾ ബ്ലോക്കായി കഴിഞ്ഞിരിക്കും, ട്രാഫിക് സംവിധാനങ്ങൾ തകരാറിലാകും, ഫ്ലൈറ്റുകൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റില്ല, കപ്പലുകൾക്ക് അതിന് കരയിൽ നിന്ന് പോകാൻ കഴിയില്ല വെള്ളത്തിന്റെ സാന്ദ്രത കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അത് ഒരു തരം അല്ലാഹുവിന്റെ അദാബിന്റെ ശൈലിയാണ്, അല്ലാഹുവിന്റെ ശിക്ഷയുടെ ചില ശൈലിയാണ് ഐസിറക്കി തരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പലാക്കി ഇറക്കിയതായിരുന്നു ടൈറ്റാനിക്. കുട്ടികൾക്കൊക്കെ അതൊക്കെ ഒരു ഫിക്ഷൻ സ്റ്റോറി പോലെയാണ് ശരിക്ക് ടൈറ്റാനിക്കിന്റെ സംഭവങ്ങളൊക്കെ. ടൈറ്റാനിക് 1911 800കളുടെ അവസാന ഭാഗത്ത് ഒരു പണി തുടങ്ങിയ കപ്പലാണത്. 20ാം നൂറ്റാണ്ടിൽ പുറത്തിറക്കി. എന്താ അവര് പറഞ്ഞത്? അൺബീറ്റബിൾ, ഒരിക്കലും ആരെ കൊണ്ട് തടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ഒരു ആഡംബര കപ്പലായിരുന്നു. ആ കപ്പൽ പോയി ഇടിക്കുന്നത് ഐസുമലയിൽ ഇടിച്ചിട്ടാണ്. നൂറുകണക്കിന് ആളുകൾ ഒന്നടങ്കം വെള്ളത്തിൽ അല്ലാഹു മുക്കി. അല്ലാഹു മുഴുവൻ ആളുകളെയും നശിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. വലിയൊരു മനുഷ്യന് മുമ്പ് വലിയ ചോദ്യചിഹ്നമല്ലേ, ആരെ കൊണ്ട് നശിപ്പിക്കാൻ പറ്റൂല എന്ന് അവർ പബ്ലിഷ് ചെയ്തു. അതാണ് അതിന്റെ അത്ഭുതം. ആരെക്കൊണ്ടും ഇതിനെ ഇറസിസ്റ്റബിൾ, ഇതൊരിക്കലും അപകടത്തിൽപ്പെടില്ല, ഇതിനെല്ലാ സംവിധാനങ്ങളും ഉണ്ട്, ഇതൊരിക്കലും തന്നെ അപകടത്തിൽപ്പെടാൻ സാധ്യതയില്ലാത്ത കപ്പലാണ്. അങ്ങനത്തെ ലോകത്തെ ആദ്യത്തേത് എന്ന് പറഞ്ഞ പുറത്തിറങ്ങിയത് ആദ്യത്തേതാണ്. ഒടുക്കത്തേതായി ആ സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് എന്നേക്കുമായി താഴ്ന്നുപോയി. അതിന്റെ റക്കേജ്, അതിന്റെ ചില അവശിഷ്ടങ്ങളൊക്കെ പൊക്കിയെടുത്ത് അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഐസുമലയിലാ പോയിട്ട് ഇടിച്ചത്.
നരകത്തിൽ പോലും 2 ശിക്ഷയാണെന്നാണ്. സംഹരീറ, അല്ലേ? സംഹരീർ എന്ന് പറഞ്ഞാൽ അത്രയും കൊടിയ തണുപ്പുള്ള പ്രദേശം നരകത്തിലുണ്ട്. ഏറ്റവും ചൂടുള്ള പ്രദേശവും നരകം ചൂടുമാണ്. പക്ഷെ ഏറ്റവും തണുപ്പുള്ള ശിക്ഷയും നരകത്തിൽ തന്നെയാണ്. നമ്മൾ വിചാരിക്കും തണുപ്പായ കുഴപ്പമുണ്ടാവില്ല, തണുത്ത് നോക്കണം, അപ്പോഴാണ് ശരിക്കും മനസ്സിലാവുക. ശിക്ഷയാണ് സംഹരീറ, അതിഭയങ്കരമായ തണുപ്പ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഐസിൽ നിന്ന് ഇറക്കുന്നത് അല്ലാഹുവിന്റെ അദഫ്, യുസീബു ബിഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു പിടികൂടുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഐസിൽ അല്ലാഹുവിന്റെ ശിക്ഷയുടെ ഒരു രൂപം അതിനുള്ളിലുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. വയസ്രിഫുഹു അമ്മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരിൽ അല്ലാഹു ശിക്ഷയെ തട്ടിമാറ്റി. യകാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ, യകാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ, യകാദു സനാ ബർഖിഹി, ഐസിന്റെ ചെറിയ മോളിക്യൂളുകൾ അല്ലാഹു മേഘപടലങ്ങളിൽ രൂപപ്പെടുത്തി. ആ ഐസിനാൽ അല്ലാഹു തആല ബർഖ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ്, ഇടിമിന്നൽ ഉണ്ടാക്കുന്നു. സനാ ബർഖിഹി, അപ്പോ ഏറ്റവും കൂടുതൽ വളരെ സയന്റിഫിക് ആയിട്ട് വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണത്. ഐസിന്റെ രൂപപ്പെടലിലൂടെ ഐസ് കണികകൾ അതിന്റെ പരിസരത്തുള്ള കണികകളോട് കൂടി ചേർന്നാൽ അതിന്റെ ചാർജുകളിലൂടെയാണ് സത്യത്തിൽ ബർക്ക്, ഇടിനാദം, ഇടിമിന്നലുകൾ ഉണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്, വളരെ സിമ്പിൾ ആയിട്ട് അവിടെ ഒരു കൂട്ടിയിടിയുടെ ആവശ്യമില്ല. പക്ഷേ ചാർജുകൾ തമ്മിലുള്ള കോണ്ടാക്ട്, അതിലൂടെ അല്ലാഹു തആല വലിയ ഘോരമായ ശബ്ദം ഉണ്ടാകുന്ന യകാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ, ഈ ഇടിമിന്നലിലേക്ക് നോക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. കണ്ണുപോലും കാഴ്ച നഷ്ടപ്പെടുമാർ പ്രകാശമുള്ള ഇടിമിന്നൽ അല്ലാഹു തആല രൂപപ്പെടുത്തുന്നു. അതിനുള്ളിലൂടെയാണ് കടന്നു വരുന്നത്. യകാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ. ഭൂമിയിൽ ഓരോ ദിവസവും 10 ലക്ഷത്തോളം ഇടിമിന്നലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഭൂമിയുടെ ഭാഗത്തായി ഒരു 24 മണിക്കൂറിന്റെ ഉള്ളിൽ 10 ലക്ഷത്തോളം ഇടിമിന്നലുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ വർഷക്കാലാകുമ്പോഴാണ് നമുക്കത് ഓർമ്മ വരെ, നമ്മൾ അപ്പോഴേ അത് ശ്രദ്ധിക്കുള്ളൂ എന്ന് മാത്രം. അതായത് ഒരു സെക്കൻഡിൽ ശരാശരി 100 ഇടിമിന്നൽ അല്ലാഹുവിന്റെ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയാണ് അതിന്റെ ചൂട്! ഇടിമിന്നൽ ഭൂമിയിലേക്ക് എത്തുന്നത് അന്തരീക്ഷത്തെ അയോണീകരിക്കുക എന്നാണ് പറയാ. അയോണീകരിക്കണമെങ്കിൽ സൂര്യപ്രകാശത്തെക്കാളും 10,000-10,000 മടങ്ങ് ചൂടുള്ള താപമാണ് ഈ വായുവിലൂടെ അന്തരീക്ഷത്തിൽ ഈ മേഘത്തിൽ നിന്ന് കടന്നു വരുന്നത് ഭൂമിയിലേക്ക്. എത്രയാണ് അതിന്റെ ചൂട്! ചില മിന്നലേറ്റാൽ തെങ്ങുകളും മരങ്ങളും ഒക്കെ കരിഞ്ഞു പോകുന്ന കണ്ടിട്ടില്ലേ? ആളുകൾ ഉടനടി ഓൺ ദ സ്പോട്ടിൽ മരിക്കാൻ. അത്രയും വലിയ എനർജിയാണ് ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കുന്നത്. അത് ചില ആളുകൾക്ക് അല്ലാഹു തആല അവന്റെ ശിക്ഷയായി, ചില ആളുകൾക്ക് പരീക്ഷണമായി അല്ലാഹു തആല ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോഴാണ് ഭൂമിയിലെ സസ്യജാലങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിലോകം. ഈ സസ്യജാലങ്ങൾക്ക് നൈട്രജന്റെ സംയുക്തങ്ങൾ കിട്ടണം. നൈട്രജൻ വാതകം അന്തരീക്ഷത്തിൽ നിന്ന് അതിന്റെ സംയുക്തം കിട്ടിയാൽ സസ്യങ്ങൾക്ക് അവരുടെ ജീവൽ വസ്തുവാണത്. ജീവിക്കാൻ നൈട്രജൻ സംയുക്തങ്ങൾ വേണം. അത് കിട്ടണമെങ്കിൽ ഒരു ഇടിനാദം കൊണ്ട് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടിമിന്നലുകളെ കൊണ്ട് 10 ദശലക്ഷം ടൺ സസ്യങ്ങൾക്ക് ആവശ്യമായ നൈട്രജൻ സംയുക്ത കോമ്പൗണ്ടുകളാണ് ഇടിമിന്നലിലൂടെ ഓരോ വർഷവും അല്ലാഹു ഭൂമിയിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാക്കുന്ന രാസവളം, ഈ രാസവളത്തിനേക്കാളും ലക്ഷക്കണക്കിന് ഇരട്ടിയാണ് ഇടിമിന്നലിലൂടെ അല്ലാഹു തആല സസ്യങ്ങൾക്ക് കൊടുക്കുന്ന വളം. യാ അല്ലാഹ്, അത് നമ്മുടെ സസ്യങ്ങൾക്ക് വേണം. കൂൺ പോലെയുള്ളതൊക്കെ പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നത് ഇടിമിന്നലിലൂടെയാണ്. വലിയ അത്ഭുതമാണ്. അതുവരെ ഉള്ളിൽ കിടക്കുന്ന സാധനം പുറത്തേക്ക്, അതൊരു സസ്യമാണ്. സുബ്ഹാനല്ലാഹ്, ഇടിമിന്നലിൽ പോലും അല്ലാഹു റഹ്മത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ പോലും കാരുണ്യം വെച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യം കാണുന്നത് മിന്നലാണ്, പിന്നെയാണ് ശബ്ദം വരുന്നത്. ശബ്ദത്തിന്റെ തരംഗദൈർഘ്യം കുറവാണ്, പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം കൂടുതലാണ്. പ്രകാശം പെട്ടെന്നെത്തും, ശബ്ദം കുറച്ച് ലേറ്റ് ആയിട്ടേ എത്തുള്ളൂ. ഈ വലിയ പ്രതിഭാസങ്ങളൊക്കെ സയൻസ് പഠിക്കാത്ത ആളുകൾക്ക് പോലും ഇടിമിന്നൽ കാണുമ്പോഴും ഇടിയുടെ ശബ്ദം ബാക്കിൽ വരാനുണ്ട് എന്ന് തോന്നത്തക്ക രീതിയിൽ
അല്ലാഹു തആല ശബ്ദത്തിന്റെ വേവ് ലെങ്തുകൾ മനുഷ്യനെ പഠിപ്പിക്കുന്ന പോലെ വലിയ വലിയ അത്ഭുതങ്ങൾ അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. യുസബ്ബിഹുർ റഅദു ബിഹംദി. നോക്കണം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു യുസബ്ബിഹുർ റഅദു ബിഹംദിഹി. അല്ലാഹുവിന്റെ ഹംദ് ചൊല്ലുന്ന തസ്ബീഹുകളാണ് ഇടിനാദം എന്ന പരിശുദ്ധ ഖുർആൻ. തസ്ബീഹാണ് ഇടിനാദം ചെയ്യുന്നത്, അത് തസ്ബീഹാണ്. ഇടിനാദം കേൾക്കുമ്പോൾ ദിക്റുണ്ടല്ലേ, സുബ്ഹാന മൻ യുസബ്ബിഹുർ റഅദു ബിഹംദി വൽ മലായികതു മിൻ ഖീഫതി. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോ ഈ മഴയുണ്ടാകാനുള്ള സാങ്കേതികമായ വിഷയങ്ങളാണ് അല്ലാഹു തആല പറഞ്ഞിരുന്നത്. ഇതൊന്നും ഇല്ലാതെ മഴ വർഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ വളരെ പതുക്കെ പതുക്കെ മേഘത്തിന്റെ ചലനമില്ലാതെ പതുക്കെ പതുക്കെ മേഘങ്ങൾ സംയുക്തമായി ചേർന്ന് സുമ്മ യുഅല്ലിഫു ബൈന, അത് സംഭവിക്കാതെ വളരെ പെട്ടെന്ന് മേഘം വർഷിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ്, മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബുഖാരി തങ്ങൾ അവരുടെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ബാബുൽ ഇസ്തിസ്ഖാ, മഴയെ തേടുന്ന നിസ്കാരത്തെ സംബന്ധിച്ചും മഴയെ സംബന്ധിച്ചും പറയുന്ന ബാബിൽ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് വളരെ പ്രബലമായ ഹദീസ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു قال اصابت الناس سنه على عهد رسول الله صلى الله عليه وسلم. ഈ ഹദീസ് വളരെ ഭയങ്കരമാണ്. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഈ ഭൗതികമായ സർവ്വ കാരണങ്ങളെയും മാറ്റിവെച്ച് അല്ലാഹു മഴ വർഷിപ്പിക്കുകയാണ്. മദീനയിലാണ് സംഭവം. ജനങ്ങൾക്ക് അങ്ങേയറ്റത്തെ ക്ഷാമം വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്. ഫബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു അലൽ മിമ്പർ, അവിടുന്ന് മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം, ഖാമ അഅറാബിയുൻ, അഅറാബിയായ ആൾ എഴുന്നേറ്റ് നിന്നു. ഫഖാൽ, അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹലക്കൽ മാൽ, സമ്പത്ത് നഷ്ടപ്പെട്ടു നബിയേ, വജാഅൽ ഇയാൽ, മക്കളൊക്കെ വിശന്നിരിക്കുകയാണ് നബിയേ, ഫദ്ഉല്ലാഹ ലനാ അയസ്ഖിയനാ, ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരാൻ അല്ലാഹുവോട് ദുആ ചെയ്യൂ നബിയേ. ഫഖാല ഫറഫഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൈ, അവിടുന്ന് അവിടുത്തെ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി. വമാ ഫിസ് സമാഇ ഖുസ്അ, ആകാശത്തൊരു മേഘത്തിന്റെ പാളി പോലുമില്ല. ആര് പറയുന്നു? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഖാല ഫസാറ സഹാബുൻ അംസാലുൽ ജിബാൽ, പർവതങ്ങളെ പോലെയുള്ള മേഘങ്ങൾ അങ്ങോട്ട് കുമിഞ്ഞുകൂടാൻ തുടങ്ങി. ثم لم ينزل على المنبره حتى رأيت المطر يتحادر على لحيته, അവിടുന്ന് മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മഴ കാരണം അവിടുത്തെ താടിയിലൂടെ മഴവെള്ളം ഒലിച്ചിറങ്ങുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുവന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മഴയില്ല, പെട്ടെന്ന് അല്ലാഹുവേ മഴ വേണം പടച്ചവനെ എന്ന് ചോദിച്ചതേയുള്ളൂ. ഒരു മേഘക്കീറ് പോലും അവിടെ ആകാശത്തില്ല. പെട്ടെന്ന് ആ ഖുതുബ കഴിയുമ്പോഴേക്കും സുബ്ഹാനല്ലാഹ് മഴ വർഷിച്ചു. അന്നത്തെ പള്ളിയുടെ മേൽക്കൂരകൾ ഇന്നത്തെ കോൺക്രീറ്റുകളല്ല, അതുകൊണ്ട് വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങും. അവിടുത്തെ താടിരോമത്തിലൂടെ മഴവെള്ളം ഒലിച്ചിറങ്ങുന്നത് മിമ്പറിൽ ഇറങ്ങിയപ്പോഴേക്കും മഴ വർഷിച്ചു. യാ അല്ലാഹ്, ഹത്താ റഅയ്തുൽ മതറ യതഹാദറു അലാ ലഹിയതി. ഇമാം ബുഖാരി തങ്ങൾ ബാബുൽ ഇസ്തിസ്ഖായിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഖാല ഫമുതിർനാ യൗമനാ ദാലിക്, ആ ദിവസം ഞങ്ങൾക്ക് മഴ കിട്ടി. വഫിൽ ഗദ്, പിറ്റേന്നും മഴ തന്നെ. വമിൻ ബഅദിൽ ഗദ്, അതിന്റെ പിറ്റേന്നും മഴ തന്നെ. വല്ലദി യലി, അതിന്റെ പിറ്റേന്നും മഴ. ഇലൽ ജുമുഅത്തിൽ ഉഖ്റ, അടുത്ത ജുമുഅ വരെ മഴ തന്നെ. മദീനയിൽ മഴ തന്നെ. അതുവരെ ക്ഷാമമാണ്, ഒന്നും കാണാനില്ല. മഴ അങ്ങോട്ട് പെയ്തു, ഒരാഴ്ച മുഴുവനും മഴ. ഫഖാമ ദാലികൽ അഅറാബി, അടുത്ത ജുമുഅ മഴയാണ്. അഅറാബിയായ മനുഷ്യൻ ഔ റജുലുൻ ഗൈറുഹു, റിവായത്തുണ്ട് വേറെ ഒരാളാണ്, അയാൾ ആദ്യം ചോദിച്ച ആളല്ല, മറ്റൊരാളാണ്. ഫഖാല, ആ മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തഹദ്ദമൽ ബിനാ, ഞങ്ങളുടെ മതിൽക്കെട്ടുകളൊക്കെ വീണുപോയി നബിയേ. വഗരിഖൽ മാൽ, ഞങ്ങളുടെ സമ്പത്തൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി നബിയേ. ഫദ്ഉല്ലാഹ ലനാ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്തു തരണം. ഫറഫഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൈ, അവിടുത്തെ പരിശുദ്ധമായ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി. വഖാല, അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, പടച്ചവനെ ഞങ്ങൾക്ക് ചുറ്റുഭാഗത്തേക്ക് മഴയെ കൊടുക്ക്, ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ ചുറ്റുഭാഗത്തേക്കും കൊടുക്ക്. വലാ അലൈനാ, ഞങ്ങൾക്ക് എതിരായിട്ട് വേണ്ട എന്നാണ് അതിനർത്ഥം. ഞങ്ങൾക്ക് നാശമായിട്ട് മഴ വേണ്ട അല്ലാഹ്, ചുറ്റുഭാഗത്തേക്കും കൊടുക്ക്. ഖാല ഫമാ ജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുശീറു ബിയദി, അവിടുത്തെ കൈകൊണ്ട് ഹവാലൈന, ഞങ്ങൾക്ക് ചുറ്റും എന്ന് കൈകൊണ്ട് ഇങ്ങനെ ചുറ്റിയപ്പോൾ ആ വിരൽ എവിടെ? ഇലാ നാഹിയത്തിൻ മിനസ് സമ, ആകാശ ലോകത്ത് എവിടേക്കാണോ ഇങ്ങനെ കൈ ചുറ്റിയത് ആ ഭാഗം ഇല്ലാ തഫജ്ജറത്,
മദീന എന്നത് ഒരു വൃത്തം പോലെ അങ്ങോട്ടായി. ആ കൈകളിൽ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, ഞങ്ങൾക്ക് ചുറ്റും മതി പടച്ചവനെ, ഞങ്ങൾക്കെതിരായിട്ട് മഴ വേണ്ട. ആ വിരലുകൾ ആകാശത്തേക്ക് എവിടെയാണോ ചൂണ്ടിയത് അവിടുന്നൊക്കെ മേഘങ്ങൾ നീങ്ങിപ്പോയിരിക്കുകയാണ്. അവിടെ ഒരു മേഘം പിന്നില്ല. എല്ലാ മഴയും മറ്റു താഴ്വാരങ്ങളിലേക്ക്, മലപ്രദേശങ്ങളിൽ, മദീന അങ്ങോട്ട് ക്ലീനായി, ചുറ്റും മഴ. മദീനയുടെ ആ ഭാഗം മഴയില്ലാതെ ജൗബ, അവിടെ മാത്രം ക്ലീൻ, വളരെ മനോഹരമായ സാഫിയായ തെളിഞ്ഞ അന്തരീക്ഷം. മഴ ആ ദ്വാരന്നപ്പോഴേക്കും ഈ സംഭവം നടന്നു. ഒരു മാസക്കാലത്തോളം അവിടുത്തെ താഴ്വരകളിൽ വെള്ളം ഒലിച്ചുകൊണ്ടേയിരുന്നു. അവിടുന്ന് വന്ന മുഴുവൻ ആളുകളും ആ മഴ കാരണം കിട്ടിയ ഔദാര്യങ്ങളെ സംബന്ധിച്ച് പറയാത്തവരാരുമില്ല. വളരെ റാഹത്തായി, ഞങ്ങൾക്കൊരു ഉപകാരപ്പെട്ടു എന്ന് പറയാതിരുന്നില്ല എല്ലാവരും. പിന്നെ ഒരു മാസക്കാലത്തോളം മഴ വർഷിച്ച ഈ അത്ഭുതം ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ബാബുൽ ഇസ്തിസ്ഖായിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെ അല്ലാഹു മാറ്റുകയാണ്. ആർക്ക് വേണ്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പരിശുദ്ധ പ്രാർത്ഥനയിലൂടെ അല്ലാഹു ഇത് നടത്തി കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഖിയാമത്ത് നാളെ നടക്കാനുണ്ട്, ഭൂമിക്കൊരു അന്ത്യമുണ്ട്, പ്രപഞ്ചത്തിനൊരു അന്ത്യമുണ്ട് എന്ന് ശാസ്ത്രകാരന്മാരും പറയും. പക്ഷെ അവര് പറയുന്നത് എങ്ങനെയാ? മില്യൺ കണക്കിന് കൊല്ലം കഴിയുമ്പോൾ. ഇപ്പൊ സൂര്യൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കാലം കത്തുമ്പോ ഇതിന്റെ സൂര്യനിൽ നടക്കുന്നത് എന്താണ്? ഹൈഡ്രജൻ ഹീലിയം ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഈ പ്രോസസ് തീർന്നാൽ, ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ അത് ഒരു ബ്ലാക്ക് മാറ്റർ, ഒരു കറുത്ത വസ്തുവായിട്ട് മാറുമെന്നാണ്. പ്രകാശമില്ലാത്ത ഗോളമായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഗ്രാവിറ്റേഷൻ നഷ്ടപ്പെടും, ബാലൻസ് നഷ്ടപ്പെടും, ഉതിർന്ന് വീഴുകയോ പ്രപഞ്ചത്തിൽ മറ്റേതെങ്കിലും ഗോളത്തിൽ പോയി ഇടിക്കുകയോ ചെയ്യാം. പക്ഷേ ഇതിന് മില്യൺ കണക്കിന് കൊല്ലത്തിന്റെ കണക്ക് പറയും. എപ്പോ? അതിന്റെ ഫിസിക്കൽ കാരണങ്ങളാൽ നടക്കണമെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ അല്ലാഹുവിന്റെ മുമ്പിൽ ഖിയാമത്ത് നാൾ നടക്കുന്നത് എങ്ങനെയാണ്? കണ്ണിമ വെട്ടുന്ന പോലെയാണ്. പെട്ടെന്ന് മനുഷ്യൻ ഇങ്ങനെ കണക്കൂട്ടും കുറെ കാലം കഴിഞ്ഞിട്ടേ സംഭവിക്കുള്ളൂ. അല്ല, അല്ലാഹുവിന്റെ സമയമെത്തുമ്പോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ കാരണങ്ങളെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് നടക്കുകയാണ്. അല്ലാഹുവിന്റെ കണക്കിൽ അങ്ങനെയാണ്. മനുഷ്യൻ നമ്മൾ അസ്ബാബുകളെ സംബന്ധിച്ച് പറയും, പക്ഷെ അല്ലാഹുവിന്റെ ചില മശീഅത്ത് വരുമ്പോൾ ഇത് ഇങ്ങനെയാണ്. യാ അല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നടന്ന ഈ മഴ വളരെ അത്ഭുതകരം. ഒരുപാട് ഹദീസുകളിൽ മുസ്ലിം റളിയല്ലാഹു അൻഹു തങ്ങൾ മുത്തഫഖ് അലൈഹി ആയിട്ടുള്ള സംഭവമാണിത്. അപ്പോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ അടയാളങ്ങളിൽ പെട്ടവരായിരുന്നു. ഇതിൽ ഒരുപാട് മസ്അലകൾ വരുന്നുണ്ട്. അന്നൽ ഇമാമ റാഇൻ വ മസ്ഊലുൻ അൻ റഇയതിഹി. ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ ഇമാമാണ്, അവരുടെ നേതാവാണ്. അവരെ ജനങ്ങളുടെ വിഷയങ്ങൾ അന്വേഷിക്കുകയും അതിൽ ഇടപെടുകയും ചെയ്യണം എന്ന് പഠിപ്പിക്കുകയായിരുന്നു അതിൽ ഒരു താല്പര്യം. മഴയില്ല, അല്ലാഹുവേ മഴ തരണം പടച്ചവനെ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സൗമനസ്യത, അവിടുത്തെ ഏറ്റവും നല്ല ശുദ്ധമായ സ്വഭാവം. ഒരു ആവശ്യം ചോദിച്ചാൽ ഒരാളെയും നിരാകരിക്കുമായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. استحباب طلب انقطاع المطر عن المنازل اذا كثر وتضرروا به. മഴ വന്നിട്ട് ഒരുപാട് മനുഷ്യർ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ആ മഴയെ നീക്കിത്തരണം എന്ന് ദുആ ചെയ്യൽ സുന്നത്താണ് എന്ന് പഠിപ്പിക്കാൻ. ഇവിടെ നോക്കണം, മഴ അങ്ങോട്ട് കൂടുമ്പോ ഞങ്ങൾക്ക് മഴ മതി എന്നല്ല പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഴ അല്ലാഹു തആല അൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദറിൻ, വളരെ കൃത്യമായ അളവിലാണ് അല്ലാഹു മഴ വർഷിപ്പിക്കുന്നത് എന്ന്. കൃത്യമായ അളവിലാണ്. എല്ലാ വർഷവും പെയ്യുന്ന മഴയുടെ തോത് ഒന്നാണെന്നാണ്. ഒരു രാജ്യക്കാർക്ക് കൂടുതൽ കിട്ടിയാൽ ഒരു രാജ്യത്ത് അത് കുറഞ്ഞിട്ടുണ്ടെന്നാണ്. നമുക്ക് കുറഞ്ഞാൽ വേറെ ഏതോ പ്രദേശത്ത് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ബിഖദറിൻ, കൃത്യമായ അളവിലാണ് മഴ വർഷിക്കുന്നത്. അത് എത്രയാണ്? അത് എത്ര മില്ലിമീറ്ററാണ്, സെന്റിമീറ്ററാണ്? അല്ലാഹുവിന്റെ കണക്കിൽ കൃത്യമാണ്. അതൊരിക്കലും ഏറുന്നില്ല, കുറയുന്നില്ല. ഒരു കൂട്ടർക്ക് കുറയുമ്പോൾ മറ്റൊരു കൂട്ടർക്ക് കൂടുന്നുണ്ട്. ബാലൻസിലാണ് എല്ലാ വർഷവും മഴ വർഷിക്കുന്നത്. അത് തന്നെ വലിയ അത്ഭുതമാണ്. ആ മഴയെങ്ങാനും കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വേണ്ടല്ലാ എന്ന് പറയരുതെന്നാണ്. അല്ലാഹുവേ ഹവാലൈന, ഞങ്ങളുടെ ചുറ്റും അത് കൊടുക്കുപടച്ചവനെ, വലാ അലൈന, ഞങ്ങൾക്കെതിരായിട്ടത് വേണ്ട അല്ലാ. ഇങ്ങനെയാണ് അല്ലാഹുവിനോട് ചെയ്യുന്ന അദബാണ്. ഞങ്ങൾക്കത് മതി, അതല്ല. ഇനി അല്ലാഹുവേ
മറ്റുള്ള ആളുകൾക്കൊക്കെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ചുറ്റും ആയിക്കോട്ടെ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ മറ്റൊരു റിവായത്തിലുള്ള അല്ലാഹുമ്മ അലാ റൂസിൽ ജിബാൽ, അല്ലാഹുവേ പർവ്വതങ്ങളുടെ മുകളിലേക്ക് കൊണ്ടുപോകണമേ മേഘങ്ങളെ, വൽ ആഖാം അതുപോലെ തന്നെ വൃക്ഷങ്ങളുള്ള കാടുകളിലേക്ക്, വബുതൂനിൽ ഔദിയ വബുതൂനിൽ ഔദിയ താഴ്വരകളിലെ വെള്ളം ഒഴുകാനുള്ള പാസേജുകളിലേക്ക്, വമനാബിതി ഷജർ ചെടികൾ മുളക്കുന്ന ഇടങ്ങളിലേക്ക് അങ്ങോട്ടൊക്കെ കൊടുക്കു പടച്ചവനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും അതൊരു ഉപകാരത്തിലേക്കാണ് കൊടുക്കുന്നത്. അതൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ വെള്ളം ഉപകാരപ്പെടുന്ന സ്ഥലങ്ങളാണ്, വെള്ളം നഷ്ടപ്പെടുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ദുആയിൽ പോലുമുള്ള അത്ഭുതങ്ങൾ പറയാണ്. ജുമുഅയുടെ ഖുതുബയിൽ മഴ തേടുന്നത് മശ്റൂആണ്, അത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ദുആ ചെയ്യുന്ന സമയം ഖുതുബ ഓതുന്ന നേരത്ത് ദുആ ചെയ്തത് എങ്ങനെയാണ്? തങ്ങൾ ഇങ്ങനെ ഖുതുബ ഖിബല ഇങ്ങോട്ടാണെങ്കിൽ ഇമാം മഅ്മൂമിങ്ങളിലേക്കാണ് ഖുതുബ നിർവഹിക്കുക. അപ്പൊ ഖിബലയുടെ ഭാഗം മഅ്മൂമിന്റെ ബാക്കിലോട്ടാണ്. പക്ഷെ ദുആ ചെയ്യുമ്പോൾ ഖിബലയിലേക്ക് അല്ലാതെ കൈ ഉയർത്തിയാലും ദുആ സ്വഹീഹ് തന്നെയാണ്, അതിൽ കുഴപ്പമില്ല എന്ന ഒരു ആശയവും ഈ ഹദീസിൽ പഠിക്കാനുണ്ടെന്നാണ്. അത് മാത്രമല്ല, മഴയെ തേടുന്ന സമയത്ത് ഖുതുബ നിർവഹിക്കുന്ന ഇമാമിന് കൈ ഉയർത്താം. സത്യത്തിൽ ഖുതുബ ഓതുന്ന ഇമാം കൈ ഉയർത്താൻ പാടില്ലെന്നാണ് ദുആരക്കുമ്പോൾ. നാട്ടിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതാണ് അതിന്റെ ആദാബുകളിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു നമ്മുടെ ഫുഖഹാക്കളൊക്കെ രേഖപ്പെടുത്തിയ സംഭവമാണ്. അതുകൊണ്ട് സുന്നത്തുണ്ട് ഒരു വിരൽ ഉയർത്തൽ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് പറയുമ്പോൾ ഒരു വിരൽ ഉയർത്തൽ സുന്നത്ത്. പക്ഷെ കൈ ഇങ്ങനെ ഉയർത്താൻ പാടില്ല. ആര്? ഇമാം ഉയർത്തരുത്, മഅ്മൂമിങ്ങൾ ഉയർത്തണം. ഇമാമിന് അതുപോലും സുന്നത്തില്ല ഖുതുബയിൽ. പക്ഷേ മഴയെ തേടുകയാണെങ്കിൽ അവിടെ കൈ ഉയർത്തൽ സുന്നത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴയെ തേടുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൽ മറ്റു ചില കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഖുതുബ എന്നത് പ്രസംഗമല്ല എന്ന് പഠിപ്പിക്കുകയാണ്. ആണെങ്കിൽ പ്രസംഗിക്കുമ്പോൾ കൈ ഉയർത്തിക്കൂടെ, ആംഗ്യം കാണിച്ചൂടെ? ഖിബലയിൽ നിന്ന് മുഖം തിരിക്കരുത് ഖുതുബ ഓതുന്ന അവര് ഇമാമികളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു വിജയത്തിൽ നിന്ന് മുഖം തിരിക്കുക, ഒരു പ്രഭാഷണത്തിന്റെ ശൈലിയിലേക്ക് ശരീരം ആംഗ്യവിക്ഷേപങ്ങൾ ചെയ്യാൻ പാടില്ലെന്നാണ്. പക്ഷെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൾക്കാരങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ഇവിടെ ഖുതുബൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഇമാമിയങ്ങൾ ശരിക്കും പ്രസംഗിക്കുന്ന പോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഖുതുബയുടെ ആദാബുകളിൽ പറഞ്ഞത് നേരെ മറിച്ചാണ്. മഴയെ തേടുന്ന നിസ്കാരത്തിന് അതിന് ദുആ ഇറക്കുന്ന സമയം പോലും ഇമാം ഖുതുബ ഓതുന്ന ഇമാം വിരലേ ഉയർത്താവൂ, കൈ ഉയർത്തരുത്. അത്രയും അച്ചടക്കത്തിലാണ് ഖുതുബ നിർവഹിക്കുന്നത്. യാ അല്ലാഹ്. അപ്പോ ഇമാമിയങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയുന്ന വിഷയം ഇതാണ്: മഴയെ തേടുന്ന ദുആ ആണെങ്കിൽ അവിടെ കൈ ഉയർത്തിക്കോട്ടെ. നമ്മളൊക്കെ ആരെങ്കിലും ഖുതുബക്ക് ഇമാമുക്കാണെങ്കിൽ മസാല ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അതിനാണ് അല്ലേ ജവാസ് മുഖാലമത്തിൽ ഇമാമി ഫിൽ ഖുത്ബത്തിൽ ഹാജ. ഒരു അത്യാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഖുത്ബ നിർവഹിക്കുന്ന സമയം ഇമാമുമായി സംവദിക്കൽ ജായിസാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ. വഅന്നഹാ ലാ തൻഖതിഉ ബിൽ കലാം വലാ തഫ്സുദുൽ ജുമുഅത്തുൽ മുതകല്ലിമി മഅൽ ഇമാം. അല്ലാഹുവിന്റെ റസൂലേ, ദുആയിരക്കണം ഖുത്ബയുടെ നേരം ദുആഇന് ഉത്തരം കിട്ടുന്ന നേരമാണ്. ജനങ്ങൾ മുഴുവനും മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ പാലില്ല നബിയെ. വളരെ ചില റിവായത്തുകളൊക്കെ വന്നത് ഭയങ്കരമാണ്. നബിയെ, കുഞ്ഞുങ്ങൾ പട്ടിണിയാണ്, ഉമ്മമാർക്ക് പാൽ കൊടുക്കാൻ വയ്യ, എന്തേ? അവർക്ക് പോലും വെള്ളമില്ല, ഞങ്ങൾക്ക് മഴ വേണം നബിയെ. അത്തരം ചില വിഷയം ഇമാമിനോട് ഉയർത്തുന്നത് പോലും കുഴപ്പമില്ല എന്ന് ജവാസിദിലുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട ഉലമാ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇങ്ങനെ ചില അദാബുകളൊക്കെ ഈ ഹദീസിൽ നിന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കുന്നത് മഴ എന്ന് പറഞ്ഞ സംഭവത്തിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ ചില കാര്യകാരണങ്ങൾ, ആ കാരണങ്ങളെല്ലാം മറികടന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലഘട്ടത്തിൽ അവിടേക്ക് വളരെ സുഭിക്ഷമായ ഒരു മാസക്കാലത്തെ മഴ വർഷിപ്പിച്ച സംഭവം പരിശുദ്ധ ഹദീസിൽ സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴയുടെ ചില ആദാബുകൾ മനസ്സിലാക്കുക. അനസ് റളിയല്ലാഹു അൻഹു ഖാൽ അസ്വാബനാ വനഹ്നു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മത്റുൻ. ഞങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോട് കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് മഴ കിട്ടി. ഖാല ഫഹസറ തൗബ. ശരീരത്തിന്റെ ചില ഭാഗത്ത് നിന്ന് കാലിന്റെ ഭാഗത്ത് നിന്ന് വിശിഷ്യ അവിടുന്ന് കൈ ഭാഗത്ത് നിന്നൊക്കെ വസ്ത്രത്തെ അവിടുന്ന് മേലോട്ട് ഉയർത്തി ആ മഴവെള്ളം ശരീരത്തിൽ തട്ടുന്നത് വരെ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇത് റബ്ബിന്റെ അടുത്ത് നിന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നതാണ്, അള്ളാഹുവിനോട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു നിഅമത്താണിത്, അത് ദേഹത്ത് അയക്കോട്ടെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഴ ദേഹത്തേക്ക് തട്ടിച്ചു എന്ന് അനസ് റളിയല്ലാഹു അൻഹു ഇമാം റവാഹുൽ ബുഖാരി വ മുസ്ലിം ഫി സ്വഹീഹൈഹിമാ, രണ്ടുപേരും സ്വഹീഹ് ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ ഇത് വന്നിട്ടുണ്ട്. ഒരിക്കലും മഴയെ ശപിച്ചുകൊണ്ട് പറയാൻ പാടില്ല, വലിയ നിഅമത്താണ്.
വലിയ നിഅമത്താണ്. നമ്മുടെ നാട്ടിലൊക്കെ ആ നിഅമത്ത് എമ്പാടും കിട്ടുന്ന പ്രദേശമല്ലേ നമ്മുടെ നാട്. എത്ര വലിയ നിഅമത്താണ്. മഴ വർഷിക്കുന്ന നേരത്ത് ദുആഇന് ഉത്തരം കിട്ടുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഹദീഥു അഹദിൻ ബിറബ്ബിഹി, അല്ലാഹുവിന്റെ അടുത്ത് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അങ്ങനത്തെ നിഅമത്താണ് മഴ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഹത്തേക്ക് മഴ പുരട്ടി. യാ അല്ലാഹ്, എന്താണ് പറഞ്ഞതിനർത്ഥം? കാരണം മഴ അല്ലാഹു തആല ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലി, അല്ലേ? ഈ മേഘങ്ങളൊക്കെ റുഖാമായി കഴിഞ്ഞാൽ, ആ റുഖാമായി കഴിഞ്ഞ ഉടനെ അള്ളാഹു മഴ വർഷിപ്പിക്കുകയാണ് അവൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്തുകാർക്ക്. ആ മഴ വർഷിപ്പിച്ചത് അള്ളാഹു ചെയ്ത പണിയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു ഫിഅലുമായി അടുത്ത് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്, അള്ളാഹുവിന്റെ ഒരു ഖുദ്റത്തുമായി ഉടനെ ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതിയാണ് ഇപ്പൊ ഇറങ്ങി വരുന്നത്. ഇത് ദേഹത്തൈക്കോട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലമ്മാ നസലൽ മതറു മറ, ഒരിക്കൽ മഴ വർഷിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ മിനൽ മൻസിലി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. വകശഫ അൻ റഅസിഹി, അവിടുത്തെ തലങ്ങൾ തുറന്നു വെച്ചു, തലയിൽ തലപ്പാവ് മാറ്റി വെച്ചു. ലിയുസീബഹു അൽ മതർ, തലയിലേക്ക് മഴ കിട്ടാൻ വേണ്ടി. വഅഖദ യംസഹു റഅസഹു ബിമാ അസ്വാബ, കൈയിലേക്ക് കിട്ടിയ മഴ കൊണ്ട് തലയിൽ തടവാൻ തുടങ്ങി. വയഖൂൽ, അവിടുന്ന് പറഞ്ഞു, ഇന്നഹു ഹദീഥു അഹദിൻ ബിറബ്ബി, അല്ലാഹുവിനോട് വളരെ അടുത്ത് ബന്ധമുള്ള ഒരു നിഅമത്താണല്ലോ ഈ മഴ എന്ന് അവിടുന്ന് പറയുകയും ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്ക് അവിടുന്ന് മഴയെ അള്ളാഹുവിന്റെ വലിയൊരു റഹ്മത്തായിട്ട് കാണുകയും അതിനോട് കാണിക്കേണ്ട ആ ഒരു റഹ്മത്തിനോടുള്ള നന്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു എന്ന് ഈ ഹദീസിൽ നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ കഴിയും. ഇത് ആദ്യമായിട്ട് പെയ്യുന്ന മഴയാണ്, അല്ലേ? അങ്ങനത്തെ മഴകളിൽ ശരീരത്തിലേക്ക് തട്ടിക്കൽ, ആ വെള്ളം ദേഹത്തേക്ക് ആക്കൽ സുന്നത്തുണ്ടെന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന സ്ഥിരം ചെയ്യുന്ന മഴ കൊണ്ട് നടക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ ഒരു മഴ ആദ്യമായിട്ട് വർഷിക്കുമ്പോ അത് സാധിക്കുമെങ്കിൽ, അതുകൊണ്ട് വല്ല അസുഖവും കാര്യമൊന്നും വരൂല. എന്നാൽ ആ മഴ ലേശൊന്ന് ദേഹത്തേക്കൊന്ന് തട്ടിക്കുക, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പണി. വഹാദിഹി സുന്നത്തു സാബിതത്തുൻ ഫി സ്വഹീഹ് വഅലൈഹി ഫയഖൂമുൽ ഇൻസാനു വയഖ്റുജു ശൈഅൻ വയുഖ്രിജു ശൈഅൻ മിൻ ബദനി ഇമ്മാ മിൻ സാഖിഹി ഔ മിൻ ദിറാഇഹി, കാലോ അല്ലെങ്കിൽ കയ്യോ മഴയത്തേക്ക് ആക്കിക്കൊടു, ഔ മിൻ റഅസി ഹത്താ യുസീബഹുൽ മത്റു ഇത്തിബാഅൻ ലിസുന്നത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സുന്നത്താണെന്ന് മഹാന്മാരായ ഉലമാ പറഞ്ഞു. മഴ വർഷിക്കുന്ന സമയത്ത് ദുആ ചെയ്യണം, അല്ലേ? മഴ വർഷിക്കുമ്പോൾ ദുആ ചെയ്യണം. സയ്യിബൻ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ വളരെ ഉപകാരപ്പെടുന്ന നിന്റെ റഹ്മത്ത് ചൊരിയുന്ന മഴയാക്കി തരണം അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. മഴ അങ്ങട്ട് പെയ്ത് ആറിക്കഴിഞ്ഞാൽ മുത്തിർനാ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, മുത്തിർനാ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടിയിരിക്കുന്നു എന്ന് പറയൽ സുന്നത്താണ്. മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, മുത്തിർനാ ഞങ്ങൾക്ക് മഴ കിട്ടി, ബിഫദ്ലില്ലാഹി വറഹ്മതിഹി അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടിയിരിക്കുന്നു, അല്ലേ? എത്രയോ രാജ്യക്കാരുടെ മുകളിലൂടെയാണ് ഈ മേഘം കടന്നു പോകുന്നത്. എത്രയോ നാട്ടുകാർക്ക് മഴ കിട്ടാതെ, എത്രയോ പ്രദേശത്ത് മഴ വർഷിപ്പിക്കാതെ അല്ലാഹു ഉദ്ദേശിക്കുന്നിടത്തേക്കാണ് ആ മഴ കൊടുക്കുന്നത്. യാ അല്ലാഹ് ബിഫദ്ലില്ലാഹി വറഹ്മതിഹി എന്ന് പറയൽ സുന്നത്താണ്. മഴ അങ്ങോട്ട് കൂടിയാൽ, മഴയെ കൊണ്ട് പ്രയാസം സംഭവിക്കുകയാണെങ്കിൽ എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. അപ്പോ മഴ വർഷിക്കുമെന്ന് പറയണം അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. മഴ വർഷിച്ചു കഴിഞ്ഞാൽ മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, മുത്തിർനാ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. പിന്നെ എക്സ്ട്രീം കേസുകൾ, വളരെ അപൂർവമായിട്ട് അത്രയും മഴ വന്നിട്ട് ബുദ്ധിമുട്ടായി പോകുന്ന അവസ്ഥ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, ഞങ്ങളുടെ ചുറ്റുഭാഗത്തേക്ക് മഴ കൊടുക്ക് റബ്ബേ, ആ മഴ ഞങ്ങൾക്ക് ഉപദ്രവമാക്കല്ലേ പടച്ചവനെ എന്ന് ദുആ ചെയ്യണം. മഴ വർഷിക്കുമ്പോ കാറ്റുണ്ടാവും, കാറ്റുകൾ അടിച്ചു വീശും. ആ കാറ്റുകൾ അടിച്ചു വീശുന്ന സമയം ദുആ ഇറക്കണമെന്നാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ, ഈ കാറ്റും ആ കാറ്റിൽ എന്തെല്ലാം ഖൈർ നീ വെച്ചിട്ടുണ്ടോ ആ ഖൈറുകളും എനിക്ക് തരണമേ പടച്ചവനെ. അല്ലാഹുവേ അല്ലാഹുവേ വഅഊദു ബിക മിൻ ശർരിഹാ, അല്ലാഹുവേ ഇതിന്റെ ശർറിൽ നിന്ന് എന്നെ നീ കാക്കേണമേ എന്ന് ദുആ ചെയ്യണം.
അപ്പോ ഇടിമിന്നലുണ്ടാകുന്ന സമയം സുബ്ഹാന മൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. സുബ്ഹാന മൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. ഇത്രയാണ്. ഓരോ പ്രതിഭാസങ്ങൾക്കും അല്ലാഹുവിനെ ഓർക്കാനുള്ള അവസരങ്ങളുണ്ട്. മഴ പെയ്യുമ്പോ, മഴ പെയ്ത് തീരുമ്പോ, കാറ്റടിക്കുമ്പോ, മഴ കൂടുമ്പോ, ഇടിമിന്നലുണ്ടാകുമ്പോ എല്ലാം പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവേ സുബ്ഹാന മൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടാണ് ഇടിയുടെ ശബ്ദം നിനക്ക് ചെയ്യുന്ന തസ്ബീഹാണ്. ഇത് നിന്റെ നിഅമത്താണ്. ഇത് നിന്റെ വലിയ അപാരമായ ഖുദ്റത്തിന്റെ സൃഷ്ടി വൈഭവമാണ് ഞങ്ങൾ ഈ കാണുന്നത്. അല്ലാഹുവേ നിനക്ക് സ്തുതി പടച്ചവനെ എന്ന് മുഅ്മിനീങ്ങൾ പറയണം. അപ്പോ മഴയെ സംബന്ധിച്ചും മേഘത്തെ സംബന്ധിച്ചുമുള്ള ഒരു പരാമർശമായിരുന്നു ഈ 43-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചു തരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ മുഴുവനും ആരാധനകളെ സംബന്ധിച്ചാണ്. എല്ലാ വസ്തുക്കളും അല്ലാഹുവിന്റെ ഇബാദത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന വലിയ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് അല്ലാഹു ചെയ്യുന്ന മേഘങ്ങളിലും കാറ്റുകളിലും അതുപോലെ ഇടിമിന്നലുകളിലും മഴയിലും ഒക്കെ അല്ലാഹു തരുന്ന വലിയ നിഅമത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിൽ പ്രത്യേകിച്ചും ഇവിടെയും ഒക്കെ അല്ലാഹുവിന്റെ മഴ എന്ന റഹ്മത്ത് അല്ലാഹു നമുക്ക് എപ്പോഴും നൽകട്ടെ.